നേപ്പാളിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് ഞാൻ വന്നേക്കണം. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാനിവിടെ വേറെ ഒന്നുമല്ല, ഞാൻ രാവിലെ ഒരു ബൈക്ക് കിട്ടി. ഞങ്ങളുടെ യാത്ര ഇന്ന് ബൈക്കിലാണ്. ഇതാണ് സ്കൂട്ടി. ഇന്ന് ഈ സ്കൂട്ടിയിലാണ് എൻ്റെ യാത്ര. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഈ വീട്ടിൽ. ഇവിടെ എണ്ണയല്ല, ഇവരെണ്ണയെന്ന് പറയും, അതായത് പെട്രോൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്രോള് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, इसमें क्या है? क्या है? दारू बनेगा इसके भी। इसके बाद इससे दारू बनाते हैं। उधर डालता है ये चलाने थे हो, देखो ये क्या है? चावल? ये चावल है ना। हाँ, ये इसका भी ये बनता है। ये मड़वा है। मोड़ो ये जानता है? ओ। ये अच्छा है, उससे चावल से ये अच्छा है। ये अच्छा इससे है। भी इससे- अच्छा ये चावल से और ये दोनों- अच्छा है। ये मैंने इसके लेके दवा गया था भी कल। बनता है ना। हाँ हाँ हाँ, ये अच्छा है, उसका अच्छे ये अच्छा है। ये अच्छा वाला है। अभी इसमें कौन सा डालते हैं? ये है, वो डाला, ये अभी बनाना है। आलू चारे ये हो आलू चा हाँ ये काम नहीं था मत है इनको ना अभी गरम नहीं। अभी नहीं आते, निकालना शुरू नहीं की? नहीं शुरू नहीं किया। हाँ ठीक है. चीजें रखते तो कहाँ बोल सकता है? ऐसा करके ഇതിപ്പം डालता है हाँ? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അവർ റെഡിയാക്കി വെച്ചേക്കണാണ്. ഇത് നല്ല ഒന്നാന്തരം ചാരായാണ്. ये वीडियो में नहीं डालेगा तुम लोगों को, नहीं डालेगा, कभी भी नहीं डालेगा. केरला जाएगा, हैं? केरला में फिटिंग होगा। नहीं 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 नहीं, ये थोड़ा उसमें डालेगा आग में, आग में डालने से तो जलता है ना। थोड़ा डाल कर दिखाओ. आएगा आएगा थोड़ा आग में हाल दिन डाली वीडियो नहीं लिखाएगा, वीडियो नहीं लगाएगा, आपका आपको चेहरा नहीं नहीं लगेगा। डालेगा, टेंशन मत करो. ये सिर्फ ये कितना स्ट्रॉन्ग है देखने के लिए. ठंडा ठंडा नहीं चलता है ना, गर्म होगा तो चल जाएगा। वीडियो देखाएगा तो मेरा बेटा बेटी है ना, हाँ. वो गुस्सा हो जाएगा, क्यों इधर में जान पहचान करते हैं उधर में हाँ देखा ഇത് देखो मोया ഇപ്പോൾ ദേ അതിന്റെ अरे ब्याह है ना തീ കത്തന കാണിച്ചു തരും കേട്ടോ. देखो तो आग വാ, जलता है। ठीक है ഇത്തന സ്ട്രോങ്. हो गया। ഓക്കെ, താങ്ക് യു. ഇതാണ് അപ്പം നമ്മുടെ ചാരായം ഉണ്ടാക്കുന്ന രീതി ഇതാട്ടോ. ഇവിടുത്തെ ചാരായം, ഇവിടുത്തെ ദാരുവാണ്. അപ്പോൾ അവർ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാണിച്ചായിരുന്നല്ലോ, ഇത് ഓക്കെ. वो ये बनता है ना ആ ഓ, ഇത് എന്തോ ഒരു അരി പോലത്തെ ഒരു സാധനമാണ്. അത് വെച്ച് അതായത് എന്താ പറയുക, എനിക്ക് മനസ്സിലായില്ല അത് എന്നാന്നുള്ളത്. അപ്പോൾ അത് വെച്ചുണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോറില്ലേ, ചോറ് അവർ വേവിച്ചിട്ട് അത് എന്തോ രീതി പ്രോസസ്സ് ചെയ്ത് അതിലൂടെ ഉണ്ടാക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഉണ്ടാക്കി. ഇവിടെ ഇതൊക്കെ കോമൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കിയാലും ആൾക്കാർക്ക് കഴിക്കുന്നതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സർക്കാരിൻ്റെ ഇടപെടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മിക്ക വീടുകളിലും, നേപ്പാളിലെ മിക്ക വീടുകളിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്, അവരുണ്ടാക്കി കഴിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആരും തമ്മിൽ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ ബോധമില്ലാതെ വഴി കിടക്കുന്നതും വിഷയം ഉണ്ടാക്കുന്നതും ഒക്കെ കേരളത്തിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബോധമില്ലാതെ ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല. വഴിയിലൊന്നും ഒരു മനുഷ്യനെ ബോധമില്ലാതെ കാണാൻ പറ്റില്ല. എന്നാൽ എല്ലാം സുലഭവുമാണ് ഇവിടെ. ഇങ്ങനെ ചാരായ ഷോപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാ വീടുകളിലും പെട്രോൾ കിട്ടും, നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ കുപ്പി മേടിക്കാൻ കിട്ടും, മദ്യം മേടിക്കാൻ കിട്ടും, ചാരായം കിട്ടും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചാരായമൊക്കെ കാണിച്ച് അവിടുന്ന് സ്വല്പം ടേസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞ് വേറൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതെന്താണെന്നൊന്നും പറഞ്ഞില്ല, ഒരു സർപ്രൈസാണ്, വാ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ യാത്ര തുടരും കേട്ടോ. അതെന്താണ്, അതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളതായിട്ടുള്ള, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും ഇന്ത്യക്കാർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര സുലഭമാണ്, എല്ലാ വീടുകളിലും കാണുമെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആദ്യം ഒരു വീട്ടിൽ പോയി, അവിടെ കണ്ടില്ല.
അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാർ നമ്മൾ വേറെ ഒരു ഇടവഴിയൊക്കെ കയറ്റി കൊണ്ടുപോവുക ഇതെന്താണെന്നറിയാൻ വേണ്ടി. അങ്ങനെ ചെന്ന് മുറ്റത്ത് ചെടിച്ചട്ടിയിടാത്തൊരു സാധനം ഇരിക്കുന്നു. ഇവനെ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടല്ലോ, നമ്മുടെ കഞ്ചാവ്. ഒന്ന് നോക്കിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറ്റുമോ? ഇത് അവരുടെ നാട്ടിൽ അവരുടെ വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിൽ വളർത്തണം. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇത് കഞ്ചാവാന്ന് പറയാം, ഇത് വലുതാകുന്നു, അവരിത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേപ്പാളിൽ വളരെ കോമൺ ആണ്. ഇതൊന്നും പക്ഷേ അവരുടെ ജീവിതത്തെ ലൈഫിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല.